ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷനാണ് പഠിക്കുന്നത്, ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാറ്, എപ്പോഴും ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടാണ് ഇൻ്റഗ്രേഷൻ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്യാം, അതിലെ ഡിഫറൻസിയേഷൻ പഠിക്കാം, അതായത് ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ. അപ്പോൾ നമുക്ക് ഡിഫറൻസിയേഷന് വേണ്ടി, ന്യൂമറിക്കൽ ഡിഫറൻസിയേഷന് വേണ്ടിയിട്ട് ഒരു ഫോർമുല നമുക്ക് എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള പണികൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുലയിൽ നിന്ന് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ന്യൂട്ടൺ ഫോർവേഡ് ഫോർമുല എന്തായിരുന്നു? y ഈക്വൽ ടു വൈ നോട്ട് പ്ലസ്, സാധാരണ നമ്മൾ പി എന്നാണ് പറഞ്ഞിരുന്നത്, അതിപ്പോൾ ലാസ്റ്റ് സെഷനകത്ത് നമ്മൾ യു ആക്കി മാറ്റിയിട്ടുണ്ട് വെറുതെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട്. യു ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു യു മൈനസ് 2 ഇൻറ്റു ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് എക്സെട്ര. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ യു എന്ന് പറയുന്ന ആൾ ആരാണ്? വേർ യു ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഉദ്ദേശം എന്താണ്? ഡിഫറൻസിയേഷൻ ചെയ്യലാണ്. അപ്പോൾ അതായത് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ്, വൈയുടെ അകത്തുള്ള ആൾക്കാരിൽ വൈ നോട്ട് എന്ന് പറയുന്ന ആൾ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള ആൾ ആരാണ്? എക്സ് ആണ് നമുക്ക് ആവശ്യമുള്ള ആൾ. വൈ ഓഫ് എക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെയ്യണമെന്നെങ്കിൽ ഇവിടെ എക്സ് വരുന്ന ടേം ആരാണ് കണ്ടെയ്ൻ ചെയ്യുന്ന ആളാണ് ആര്? യു എന്ന് പറയുന്നത്. അപ്പോൾ അതായത് y എന്ന് പറയുന്നത് യുവിലുള്ള ഫംഗ്ഷനാണ്, യു എന്ന് പറയുന്ന ആൾ എക്സിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കേണ്ടി വരും? ചെയിൻ റൂൾ നമുക്ക് എന്തായാലും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണണം എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എങ്ങനെ കാണാൻ പറ്റുള്ളൂ? ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിലേക്കുള്ള ഓരോ ടേമുകളായിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ യു എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഡി യു എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 1. എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ്, അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് എക്സ് കൊടുത്താൽ 1 കിട്ടും. എക്സ് നോട്ടിന് എന്തായിരിക്കും? എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്? അതൊരു പർട്ടിക്കുലർ വാല്യൂ ആണ്, അതായത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് നമ്മളെ സംബന്ധിച്ച് എന്താണ്? 0 ആണ്. ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്ന ആൾ ആരാണ്? അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 1/h എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതായത് 1/h, അതായത് നമുക്ക് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 1/h ആണ് നമ്മളെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ആരാണ്? ഡി യു ബൈ ഡി എക്സ് ഇപ്പോൾ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡി വൈ ബൈ ഡി യു ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ y ഈക്വൽ ടു എന്ന് പറഞ്ഞ ഫോർമുല നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം ഡി വൈ ബൈ ഡി യു എന്ന് പറയുന്നത് ആരാണ്? വൈ നോട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടും, കാരണം അതൊരു കോൺസ്റ്റന്റ് ആണ്. പ്ലസ് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ബാക്കി എന്താ ഉള്ളത്? ഡെൽറ്റ വൈ നോട്ട് കോൺസ്റ്റന്റ് ആണ്. പ്ലസ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കണം. എന്താ എക്സ്പാൻഷൻ? യു സ്ക്വയർ മൈനസ് യു ബൈ 2 ഫാക്ടോറിയൽ, അതായത് 2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ആണ് ഇതിന്റെ എക്സ്പാൻഷൻ. അപ്പോൾ അതിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കൂ. എന്താ കിട്ടുക? 2u മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്. ശരിയല്ലേ? അപ്പോൾ പ്ലസ് എക്സെട്ര എന്നുകൊണ്ട് നമുക്ക് കൊടുക്കാമല്ലോ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പം എന്ത് കിട്ടി? ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്ന ആളപ്പോൾ എന്തായിട്ട് വരും? ഡി വൈ ബൈ ഡി യു എന്ന് പറയുന്ന ആളിപ്പോൾ എന്തായിട്ട് മാറി? ഡെൽറ്റ വൈ നോട്ട് പ്ലസ് 2u മൈനസ് 1/2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്. സപ്പോസ് നമുക്ക് ഈ ടേം കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? യു മൈനസ് 1 ഇൻറ്റു യു മൈനസ് 2 ചെയ്ത് നോക്കൂ. എന്താ കിട്ടുക? യു സ്ക്വയർ മൈനസ് യു മൈനസ് 2u
പ്ലസ് ടു, ദാറ്റ് ഈസ് യു സ്ക്വയർ മൈനസ് 3u പ്ലസ് ടു. ഇനി അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇൻറ്റു യു കൊടുക്കുമ്പോൾ ഇതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു യു കൊടുക്കണം. അപ്പം എന്ത് കിട്ടും? യു ക്യൂബ് മൈനസ് 3u സ്ക്വയർ പ്ലസ് 2u എന്ന് പറഞ്ഞ് കിട്ടും. അതായത് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ എന്താ കിട്ടിയിട്ടുണ്ടാവുക? 3u സ്ക്വയർ മൈനസ് 6u പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6 ആണ്, ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? dy ബൈ ഡി എക്സ് ആയിരുന്നു. അപ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? dy ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ശരിയല്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? dy ബൈ ഡി യു എന്ന് പറയുന്ന ആളാരാണ്? ഡെൽറ്റ വൈ നോട്ട് പ്ലസ് 2u മൈനസ് 1/2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് 3u square minus 6u plus 2 divided by 6 delta cube y naught plus etc into 1 by h. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭംഗിയാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? dy by dx equal to 1 by h into delta y naught plus 2u minus 1/2 into delta square y naught plus 3u square minus 6u plus 2 divided by 6 into delta cube y naught plus etc. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? dy ബൈ ഡി എക്സ് ഏതൊരു എക്സിനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന dy ബൈ ഡി എക്സിനെ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നതാണ് നമ്മൾ ഇനി എടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ സപ്പോസ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആവുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യുവിന് എന്ത് സംഭവിക്കും? യു എന്താ? എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അതിനെന്ത് മാറ്റങ്ങൾ സംഭവിക്കുക? എക്സ് നോട്ട് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ യു എന്ന് പറയുന്ന ടേം ഒക്കെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറിപ്പോകും. അപ്പോൾ ബാക്കി ഇവിടെ എന്താ സംഭവിക്കുക? 1 by h into delta y naught plus 2 into 0 minus 1 divided by 2 delta square y naught plus 3 into 0 square minus 6 into 0 plus 2 divided by 6 into delta cube y naught plus etc. which is equal to 1 by h into delta y naught minus 1 by 2 delta square y naught പ്ലസ് 2 by 6 വരും. 2 by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 3 ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്. അപ്പോൾ അടുത്ത ടൈം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? മൈനസ് 1 by 4 ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയേ? dy ബൈ ഡി എക്സ് ഇവാലുവേറ്റഡ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് നമുക്ക് കിട്ടിപ്പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുകയാണ്? എനിക്ക് തോന്നുന്നു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? വിച്ച് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ശരിയല്ലേ? അപ്പോൾ അതിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും? വേറൊരു ഇക്വേഷൻ നമ്മളിവിടെ നോക്കാം. വേറെ ഇക്വേഷൻ അല്ല, ഈ കാണുന്ന ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് കിടക്കുന്നത് ആരാണ്? കോൺസ്റ്റന്റ് ആണ്. അതാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡി യു ബൈ ഡി എക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഗൈൻ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡി ബൈ ഡി യു ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്?
അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/h അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഡെൽറ്റ വൈ നോട്ട് എന്ന് പറയുന്ന ആൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. പ്ലസ് 2u ചെയ്യുമ്പോൾ എന്താ കിട്ടും? നമുക്ക് 2 കിട്ടും. മൈനസ് 0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്. പ്ലസ് അടുത്ത ടേമിൽ എന്ത് സംഭവിക്കുക? 6u മൈനസ് 6 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 6 ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് കിട്ടും. ഇൻറ്റു ആരാണ് വരുന്നത്? ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? 1/h നമുക്ക് കിട്ടും. ആദ്യം എഴുതിയിരിക്കുന്ന 1/h ഏതിൻ്റെയാ? ആദ്യം എഴുതിയിരിക്കുന്ന 1/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന dy ബൈ ഡി എക്സിലാണ് കിടക്കുന്നത്. അതായത് ഈ കാണുന്ന കാര്യമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് ഭംഗിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ ആ എച്ചിനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറി? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറി? 1/h സ്ക്വയർ. 2 2 കട്ടായിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് ഇതിന് 6 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 6 ഇൻറ്റു യു മൈനസ് 1/6 വരും. 6 6 കട്ടായി പോയാൽ ബാക്കി എന്ത് വരും? യു മൈനസ് 1/2 ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് അടുത്ത ടൈം ഞാനിവിടെ ജസ്റ്റ് എഴുതി പോവാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്താ കിട്ടുക? 6u സ്ക്വയർ മൈനസ് 18u പ്ലസ് 11 ഡിവൈഡഡ് ബൈ 12 ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് പ്ലസ് എക്സെട്ര. ഇനി ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇവാലുവേറ്റ് ദറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. എന്ത് സംഭവിക്കും? യു എന്ന് പറയുന്ന ആൾക്ക് എന്ത് സംഭവിക്കും? 0 ആയിട്ട് മാറും. അപ്പോൾ ബാക്കി എന്ത് സംഭവിക്കുക? 1/h സ്ക്വയർ ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ബാക്കി എന്താ വരുന്നത്? വൈ നോട്ട് പ്ലസ് യു മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് സോറി ഞാൻ എക്സിന്റെ ടേം അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ ടേം എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ യുവിന്റെ ടേം എന്തായി മാറും? 0 വരേണ്ടതല്ലേ? അത് കൊടുക്കാൻ മറന്നു. അപ്പൊ ഇത് 0 വന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ വരിക? -1 ആണ്. അപ്പൊ മൈനസ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് ഈ ടേം 0 ഈ ടേം 0 ബാക്കി എന്താ വരുന്നത്? 11/12 ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ ഡിഫറൻഷ്യൽ തേർഡ് പവർ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ആവശ്യമുണ്ടെങ്കിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഏകദേശം എങ്ങനെ ഇത് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം മനസ്സിലായി പോയല്ലോ? ഓക്കെ. ഇപ്പൊ ഇത് നമ്മൾ മൊത്തം ഡിറൈവ് ചെയ്ത് എന്തുപയോഗിച്ചിട്ടാണ്? ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഉപയോഗിച്ച ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. കമ്പ്യൂട്ട് dy by dx and d square y by dx square at x equal to 1 from the table. അപ്പോൾ ടേബിൾ തരാം. x y x equal to 1 2 3 4 5 6 y equal to 1 8 27 64 125 216. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ടേബിൾ. ഓക്കെ. അപ്പൊ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സമയത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം?
ഡി വൈ ബൈ ഡി എക്സും കാണണം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച ഫോർമുലയിലൊക്കെ എന്താ കിടക്കുന്നത്, ഡെൽറ്റ വൈ നോട്ട് വേണം, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് വേണം, അങ്ങനത്തെ ആൾക്കാർ മൊത്തം വേണം. അങ്ങനെയുള്ള ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഡിഫറൻസ് ടേബിൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് എന്താണ്, നിങ്ങൾ അതിന്റെ ഡിഫറൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഡിഫറൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്തോളൂ. എന്തൊക്കെ കിട്ടുക, 8 നിന്ന് കഴിഞ്ഞാൽ 7, 27 മൈനസ് 8 19, 37, 61, 91. ഡെൽറ്റ സ്ക്വയർ വൈ 12, 18, 24, 30. ഡെൽറ്റ ക്യൂബ് വൈ 6, 6, 6. Delta raised to 4 y 0, 0. വേണമെങ്കിൽ പറഞ്ഞാൽ ഇതാന്ന് മാത്രം, വലിയ പ്രസക്തി ഒന്നുമില്ല. കാരണം ഇത് 2 0 ആണെങ്കിൽ അടുത്തം തന്നെയാണ്, ആ 0 തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ എഴുതിയില്ലാച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രശ്നം കഴിഞ്ഞു. ഇനി നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്, x ഈക്വൽ ടു 1 ആണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള ഫോർമുല എന്തായിരുന്നു, dy ബൈ ഡി എക്സ് ഇവാലുവേറ്റഡ് അറ്റ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്ന ആളായിട്ട് എന്തായിട്ട് ചൂസ് ചെയ്താൽ മതി, 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ചൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ h എന്ന് പറയുന്ന ആളിവിടെ എന്താ 1 2 2 3 എന്താ കിട്ടുന്നത്, 1 ആണ്. അപ്പൊ h എന്ന് പറയുന്ന ആൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 1 ആണ്. അപ്പൊ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല എന്തായിരുന്നു, dy ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്, അതായത് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്, 1 ഈക്വൽ ടു എന്താ 1 ബൈ എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട് മൈനസ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ബൈ 2 പ്ലസ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ബൈ 3 മൈനസ് ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് ബൈ 4 പ്ലസ് എക്സെട്ര എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തേക്ക് നേരെ എന്ത് കൊടുത്തോളൂ. ഇനിയിപ്പോൾ അടുത്തൊരു 5 എന്ന് പറഞ്ഞ ടേം 0 ആയതുകൊണ്ടാണ് പിന്നെ അതിനെപ്പറ്റി നമ്മൾ പറയാത്തത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടേബിൾ കഴിഞ്ഞ വരയ്ക്ക് എന്ത് ചെയ്യണം, ആ ഫോർമുല എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കണം. അപ്പൊ 1 ബൈ എച്ച് എന്ന് പറയുമ്പോൾ എച്ച് ഈക്വൾ ടു എത്ര കിട്ടിയിരിക്കുന്നത്, 1 ആണ്. ഡെൽറ്റ വൈ നോട്ട് എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്, 7 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൈനസ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 then by 2 പ്ലസ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, 6 ആണ്. ഡിവൈഡ് ബൈ 3 ഡെൽറ്റ റേസ് ടു 4 എന്താ 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 1 7 മൈനസ് 6 പ്ലസ് 2 7 9 9 മൈനസ് 6 3. ശരിയല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾക്ക് എന്തിന്റെ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡെൽറ്റ സ്ക്വയർ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. സോറി, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവാലുവേറ്റിന്റെ എവിടെയാണ്, എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമ്മുടെ ഫോർമുല എഴുതി വെക്കാം. എന്താണ്, 1 ബൈ എച്ച് ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് മൈനസ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് 11 ബൈ 12 ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട്. ഇവിടെ ഡെൽറ്റ റേസ് ടു 4 വരെ കണ്ടാൽ മതി, പിന്നുള്ളതൊക്കെ 0 ആണ്. അപ്പോൾ ഈവൻ 3 വരെ എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ ഫോർമുല ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് ഇട്ട് വെച്ചോളൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ 1 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്,
12 മൈനസ് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എന്ന് പറയുമ്പോൾ 6 പ്ലസ് 11/12 ഇൻറ്റു 0. ഇതിനെല്ലാം 0 ആയതുകൊണ്ട് എഴുതണ്ട. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1/1 12 മൈനസ് 6 സമം എന്താണ്? 6. നെക്സ്റ്റ് പ്രോബ്ലം. Compute dy by dx and d square y by dx square at x equal to 1005 from the table. ടേബിൾ നമുക്ക് തന്നിട്ടുള്ളത് x, y. x equal to 1, 1.05, 1.10, 1.15, 1.20, 1.25. അടുത്ത എന്താണ് നമുക്ക് കിടക്കുന്നത്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈസ് ആണ് തന്നിരിക്കുന്നത്. 1.0, 1.0247, 1.04881, 1.07238, 1.09544, 1.11803. എല്ലാവരും എന്ത് ചെയ്യണം? ആദ്യം ഡിഫറൻസ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഡിഫറൻസ് ടേബിൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏത് പോയിന്റ് ആണ്? x ഈക്വൽ ടു 1.05 ആണ്. അതായത് ഇതിനെയാണ് നമ്മളിപ്പോൾ എന്തായിട്ട് എടുക്കേണ്ടത്? ചൂസ് x നോട്ട് ഈക്വൽ ടു എന്താ കൊടുക്കേണ്ടത്? 1.05 എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ x നോട്ട് ഇപ്പൊ ഏതാ കിടക്കുന്നത്? ഇതാണ് ആര്? നമ്മുടെ x നോട്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള y നോട്ട് അപ്പൊ ആരാണ്? ഇതാണ് നമ്മുടെ y നോട്ട്. അപ്പൊ ഇയാൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു? നെഗ്ലക്ട് ചെയ്യേണ്ടി വന്നു. കിട്ടിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും നമ്മുടെ ഡെൽറ്റ y നോട്ട്? ഇയാളല്ല. ആരാണ്? ഇയാളാണ് നമ്മുടെ ഡെൽറ്റ y നോട്ട്. അപ്പൊ അതേപോലെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സാധാരണ നമ്മൾ ഏറ്റവും മുകളിലത്തെ ആൾ എടുക്കുന്നവന്മാർ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എടുത്ത് പോകേണ്ടി വരും. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും? പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും എടുക്കുക? ഒന്നുകിൽ 0 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഡെൽറ്റ റൈസ് ടു 4 വൈയിൽ വെച്ച് എന്ത് ചെയ്യുക? ഇക്വേഷൻ അവസാനിപ്പിക്കുക. കിട്ടിയ? ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നത്. എന്തായിരുന്നു? x നോട്ടും y നോട്ടും ഏതാണെന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടായിരുന്നത്. അപ്പൊ x നോട്ട് ഇവിടെ തന്നിരിക്കുന്നത് x ഈക്വൽ ടു 1.05 ആണ്. അതിനാണ് നമ്മൾ x നോട്ട് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇത് പോകേണ്ടത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്നിട്ടാണ് പോകേണ്ടത്. അപ്പൊ ഫോർമുലയില് അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് സിംപ്ലിഫൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ dy by dx at x equal to 1005 equal to ഇവിടെ h എത്രയാണ് വരുന്നത്? 0.05. അപ്പൊ ഞാൻ നേരെ ഫോർമുല എഴുതുന്നില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഫോർമുല എഴുതിയിട്ട് അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഞാൻ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 divided by 0.05 into 0.02411 minus 0.00054 divided by 2 plus 0.00003 by 3 minus 0.00001 by 4 which is equal to 0.48273.